ജെയില് മെയിൻസിന് 99.17 ഓ ഉണ്ടായിരുന്നു. അടിപൊളി. പിന്നെ അത് കഴിഞ്ഞ് അഡ്വാൻസ് ക്രാക്ക് ചെയ്തു. ഓ കൺഗ്രാറ്റ്സ്, അടിപൊളി. നിങ്ങൾ എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതിലൂടെ തന്നെ ബാക്കി എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഹലോ എവരിവൺ, 2025 കീം എക്സാമിൽ ഒരു അതിഗംഭീര റിസൾട്ട് വാങ്ങിയ അഭിനവാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. പലരും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആർ ബിന്ദു മാം വിളിക്കുന്ന വീഡിയോ പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റിസൾട്ടിനെ പറ്റിയും എങ്ങനെയാണ് അഭിനവിന് ഫീൽ ചെയ്യുന്നത് നമുക്ക് അഭിനവിനോട് ചോദിക്കാം. അഭിനവെ എന്ത് തോന്നുന്നു? ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി വിളിച്ചത്. ഇപ്പോൾ നല്ല സന്തോഷമായിരുന്നു. എക്സ്പെക്റ്റഡ് കോൾ ആയിരുന്നോ? അത്ര എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. പെട്ടെന്ന് സർപ്രൈസ് ആയിട്ടാണ് വിളിച്ചത്. ഞാൻ ഈ റാങ്ക് കിട്ടിയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അഭിനവിനെ സംബന്ധിച്ച് ഈ ഒരു പ്രിപ്പറേഷൻ മുൻപോട്ട് പോയത്? കീം എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അഭിനവ് എങ്ങനെയാണ് നടത്തിയതെന്നൊക്കെ നമുക്ക് അഭിനവിനോട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അഭിനവെ, നമ്മുടെ കീം എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ശരിക്കും എങ്ങനെയാണ് അഭിനവ് ഈ ഒരു വർഷം 2025 നടത്തിയിരുന്നത്? ഞാൻ ശരിക്കും കെയിമിന് വേണ്ടി അത്ര ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ജെയിലൊപ്പം തന്നെ അതിൻ്റെ കൺസെപ്റ്റുകൾ ശരിക്കും മനസ്സിലാക്കിയപ്പോൾ അതോടുകൂടി ശരിയായതാണ്. ഓക്കെ. അപ്പോൾ എക്സാം എഴുതിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ജെയില് മെയിൻസിന് 99.17 ഉണ്ടായിരുന്നു. ഓ അടിപൊളി. പിന്നെ അത് കഴിഞ്ഞ് അഡ്വാൻസ് ക്രാക്ക് ചെയ്തു. ഇപ്പോൾ IIT കാൺപൂരിലാണ് കിട്ടിയിരിക്കുന്നത്. ഓ കൺഗ്രാറ്റ്സ്, അടിപൊളി. അപ്പോൾ ജെയിൻ്റെ പ്രിപ്പറേഷനിൽ നിന്ന് കീമിലേക്ക് മാറിയ സമയത്ത് എന്താ വ്യത്യാസം തോന്നി? അത് ശരിക്കും കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ബോർഡ് ലെവലിലാണ് ഉള്ളൂ. ബോർഡ് എക്സാമിൻ്റെ ലെവലിൽ പഠിച്ചാൽ കിട്ടും. പിന്നെ ഒരു സ്പീഡ് കൂട്ടിയെടുത്താൽ മതി. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സ്പീഡ് കൂട്ടിയെടുത്താൽ മതി. കുറേ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവണം. അങ്ങനെ സ്പീഡ് കൂട്ടിയെടുത്താൽ ശരി. ഇപ്പോൾ ജെയിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് കീം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് അഭിനവ് പറയുന്നത്. അപ്പോൾ ഈ കീമിന് വേണ്ടിയിട്ട് അഡീഷണലി എന്തൊക്കെ കാര്യങ്ങൾ അഭിനവ് ചെയ്തത്? എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് അഡീഷണലി കീമിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ? അതെ, ജെയില് പഠിക്കുമ്പോൾ തന്നെ ഓൾറെഡി കൺസെപ്റ്റ് ഒക്കെ ശരിയായിട്ടുണ്ടാവും. പിന്നെ കീം ആവാറാകുമ്പോൾ എക്സ്ട്രാ കുറേ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യണം. ഓക്കെ, അതൊക്കെ നമ്മുടെ സൈലത്തിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് സൈലത്തിൻ്റെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനമാകുമ്പോൾ കുറേ മോക്ക് എക്സാമുകൾ എഴുതുക. സാധാരണ ഏറ്റവും കുട്ടികൾ മിസ് ഔട്ട് ചെയ്തൊരു കാര്യമാണ് മോക്ക് എക്സാം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബാക്കിയുള്ള നീറ്റോ ജെയ്യോ പോലെ അല്ല. കീമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് അല്ലേ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരിക? ക്വസ്റ്റ്യൻ പാറ്റേൺ കെമിസ്ട്രിയിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവാണ്. മാത്സിൽ ഏറ്റവും ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പുതിയൊരു എക്സാം പാറ്റേൺ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു കീം എക്സാമിൽ വന്നപ്പോഴത്തേക്കും? ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എല്ലാതും ഈസി ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൻ്റെ ചെയ്യുന്ന ഒരു സ്പീഡ് കൂട്ടിയെടുത്താൽ മതി. അതിപ്പോൾ മോക്ക് എക്സാമിൽ കൂടെ ശരിയാക്കുള്ളത്. കീം എക്സാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് എക്സാമിൻ്റെ സ്കോർ മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ബോർഡ് എക്സാം സ്കോറും കൂടി ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പം അഭിനവനെ സംബന്ധിച്ച് എങ്ങനെയുണ്ടായിരുന്നു ബോർഡ് എക്സാം സ്കോർ? എനിക്ക് ബോർഡ് എക്സാമിൽ PCM ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. ഓ അടിപൊളി. അപ്പോൾ കുറച്ചുകൂടെ അത് കൺവീനിയൻ്റ് ആയിട്ട് വന്നല്ലേ? എക്സാം ഹോളിൽ എന്ത് സ്ട്രാറ്റജി അഭിനവ് യൂസ് ചെയ്തത്? കാരണം പല ആൾക്കാരും പറയുന്നൊരു കാര്യം, കീം എക്സാം ബാക്കിയുള്ള എക്സാമുകൾ പോലെ സിമിലർ അല്ല. കാരണം മാത്സ് ആണ് സാധാരണ കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയാം. മാത്സിൽ ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്, കെമിസ്ട്രി ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്. കെമിസ്ട്രിയാണ് കമ്പാരിറ്റീവ്ലി ഈസിയർ സബ്ജക്റ്റ്. അപ്പോൾ എക്സാം ഹോളിൽ അഭിനവ് ഫോളോ ചെയ്ത സ്ട്രാറ്റജി എന്തായിരുന്നു? എക്സാം ഹോളിൽ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഫിസിക്സ് ആണ്. പിന്നെ അതിനുശേഷം കെമിസ്ട്രി, പിന്നെ മാത്സ്. ഈ മൂന്നെണ്ണത്തിലും ആദ്യത്തെ സ്റ്റെപ്പിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യും. പിന്നെ അവസാനം കുറച്ച് സമയം ബാക്കി ഉണ്ടാവും. അതിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യും. അങ്ങനെയാണ് ടഫ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. നമ്മുടെ മോക്ക് എക്സാമുകളെല്ലാം പ്രാക്ടീസ് ചെയ്തതും ഇതേ രീതിയിൽ തന്നെയായിരുന്നോ? മോക്ക് എക്സാമുകൾ എഴുതുമ്പോഴാണ് ഈ ഒരു പാറ്റേൺ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടുക. മോക്ക് എക്സാമുകളിൽ കൂടിയാണ് നമ്മുടെ ആദ്യം സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അത് നമ്മൾ പിന്നീട് എക്സാം ഹോളിൽ അപ്ലൈ ആണ് ചെയ്തത്. അപ്പോൾ അഭിനവ് പറഞ്ഞിരുന്നു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ കീം എക്സാമിന് സെപ്പറേറ്റ് ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ അഭിനവ് എങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുവരുന്നത്? എക്സാമിന് പ്രധാനമായിട്ടും ക്ലാസ്സുകളാണ് അതിലുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സൈലത്തിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. അതിലേക്ക് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. പിന്നെ അതിനുശേഷം ഫ്രീക്വൻ്റായി എക്സാംസ് ഉണ്ടാവും. എക്സാംസിൽ കൂടെ ഫെമിലിയർ ആയി കിട്ടുക. ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റും എല്ലാം ഫെമിലിയർ ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ഓവറോൾ ഈ ഒരു വർഷം അഭിനവ് മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും മടുത്തു,
ക്ഷീണമായി ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും പലർക്കും. അങ്ങനെ സ്റ്റേജ് ഉണ്ടായിരുന്നു അഭിനവന്? അങ്ങനെ പല പ്രാവശ്യം ഉണ്ടാവലുണ്ട്. ആ അപ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം ഞാൻ വെറുതെ ഇരിക്കും, ടേക്ക് എ ബ്രേക്ക്, ചെറിയൊരു ബ്രേക്ക് എടുക്കും, എന്നിട്ട് പിന്നെയും പഠിക്കാൻ തുടങ്ങും, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യും. റീസ്റ്റാർട്ട് ചെയ്യാം ആദ്യം മുതൽ. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിനവിനെ സംബന്ധിച്ച് ബോർഡ് എക്സാമിന് നല്ലൊരു മാർക്ക് അഭിനവ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പാരലി JEE എക്സാമിന് ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്തു. മോക്ക് എക്സാമുകളെല്ലാം നന്നായിട്ട് ചെയ്തു. മോക്ക് എക്സാമുകളിൽ കൂടെ പലരും പറയുന്നൊരു കാര്യമാണ് മിസ്റ്റേക്ക് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആണോ? മോക്ക് എക്സാം എഴുതുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് കിട്ടാത്തത്, എവിടെയാ വീക്ക് ആയിട്ടുള്ളതെന്ന് മനസ്സിലാവാം. അപ്പോൾ മോക്ക് എക്സാം കഴിയുമ്പോഴും അത് വീണ്ടും വീണ്ടും നോക്കും. അതെ, ഏത് ഭാഗം കിട്ടാത്തത് ആ ഭാഗം വീണ്ടും നോക്കി പഠിക്കും. ഇത് ശരിക്കും JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് പാരലൽ എഴുതാൻ പറ്റുന്ന കുറേ എക്സാമുകളുണ്ട്. വൈസറിൻ്റെ എക്സാമുകളുണ്ട്, പിന്നെ നമ്മുടെ ബിറ്റ്സിൻ്റെ എക്സാമുണ്ട്, VITയുടെ എക്സാമുകൾ വേറെ ഉണ്ട്, അതിനൊക്കെ പുറമെ കീം എക്സാം ഉണ്ട്. ഇപ്പോൾ എല്ലാ എക്സാമിനും വേണ്ടിയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി JEEൻ്റെ ഒരൊറ്റ പ്രിപ്പറേഷൻ മതി എന്നാണ്. നമുക്ക് പഠിച്ചാൽ തന്നെ അതിൻ്റെ ഒക്കെ ഇതെല്ലാം ബാക്കി എല്ലാ എക്സാംസും കിട്ടും. 2026 JEE അല്ലെങ്കിൽ കീം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറേ കുട്ടികൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവരോട് അഭിനവന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ JEE എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. JEE എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതിലൂടെ തന്നെ ബാക്കി എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പല എക്സാമുകളെല്ലാം നമുക്ക് ആ ഒരു കോൺഫിഡൻസിൻ്റെ എക്സാമുകളും കീം എക്സാമും സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വർഷത്തെ പ്രിപ്പറേഷനിൽ അവർ ഫോളോ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അഭിനവ് തോന്നുന്നത്? അതിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ടഫായിട്ടുള്ളത് അതിന് കൂടുതൽ സമയമെടുത്ത് പഠിക്കുക. ഏതൊക്കെ പോർഷൻസ് ആണ്, ഏത് ഭാഗങ്ങളാണ് കിട്ടാത്തത് അതിന് എക്സ്ട്രാ ടൈം എടുത്ത് പഠിക്കണം. പിന്നെ കൂടുതൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിലൂടെ ഒരു ഫെമിലിയാരിറ്റി വരുത്തണം ക്വസ്റ്റ്യൻസ് ആയിട്ട്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ കുറേ മോക്ക് എക്സാംസ് ചെയ്യുക, അങ്ങനെ അതിൻ്റെ മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്യുക, അതോടെ ശരിയായിക്കോളും. അതെ. അപ്പോൾ എന്തായാലും അഭിനവിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള കുറേ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അടുത്ത വർഷത്തെ JEE എക്സാം നമുക്ക് ഉഷാറായിട്ട് ക്രാക്ക് ചെയ്യണം. നമ്മൾ JEE എക്സാം ക്രാക്ക് ചെയ്യുമ്പോഴത്തേക്കും അഭിനവ് ഓൾറെഡി കുറേ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ IIT കാൺപൂരിലേക്കാണ് അഭിനവ് പ്ലാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഇനി ഫർദർ അലോട്ട്മെൻറ്റിൽ ഇനി വേറെ കോളേജുകളിലേക്ക് മാറി വരാം. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഉഷാറായിട്ട് ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമുക്ക് ഇനിയും കാണാം. ബൈ.